ഈ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിലെ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട് ആ കാര്യം ഒരു സ്വകാര്യ ചാനലിൽ തുറന്നു പറഞ്ഞ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനമെടുത്തു. അതായത് പാർട്ടിക്ക് വേണ്ടി മരിച്ച ഒരു വ്യക്തിക്ക് വേണ്ടി പിരിച്ച ഫണ്ട് അന്നത്തെ ഏരിയ കമ്മിറ്റി ഭാരവാഹികളും പയ്യന്നൂർ MLA എല്ലാം സ്വന്തം കീശയിലാക്കി മാറ്റിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു രക്തസാക്ഷിയുടെ പേര് പിരിച്ച ഫണ്ട് മുക്കിയ ആളുകളെ പാർട്ടി സംരക്ഷിക്കുകയും അത് തുറന്നു പറഞ്ഞ ആളെ പുറത്താക്കുകയും ചെയ്യുന്ന പാർട്ടി എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത്? അങ്ങനെയാണെന്ന് ഞാൻ ഇതിനേക്കാൾ തമാശയുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. BB ചെറിയാൻ ഒരു ഇന്റർവ്യൂ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. ഒരു വനിതാ സഖാവ്, അവിവാഹിതയായ വനിതാ സഖാവ് ഗർഭിണിയായപ്പോൾ അവര് പാർട്ടിയിൽ പരാതി കൊടുത്തു, ഇന്ന നേതാക്കന്മാരാണ് അതിന് ഉത്തരവാദി. അപ്പോൾ പാർട്ടി അന്വേഷിച്ചിട്ട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വനിതാ സഖാവ് പ്രസവിച്ചു. അപ്പം അവിഹിത ഗർഭം ധരിച്ച് പ്രസവിച്ചതിന് വനിതാ സഖാവിനെ പുറത്താക്കി. ഇതുണ്ടായതാ കേരളത്തിൽ. അതായത് നിങ്ങൾ നേതാക്കന്മാർ ഒക്കെ വിശുദ്ധന്മാരും ഒരു തരത്തിലും ചോദ്യം ചെയ്യാൻ കഴിയാത്തവരും അവരനുസരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരും. അതായത് ഒരുതരം അടിമത്തമാണത്. മതക്കാർ കൊണ്ടുനടക്കണില്ലേ? ഇപ്പോൾ ഒരു മതപുരോഹിതൻ നിങ്ങൾക്ക് അതിനകത്ത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതേമാതിരി അത് വേറെ വിശേഷമൊന്നുമില്ല. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് ശേഷം പാർട്ടി പറയുന്നു, അതായത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഭരണവിരുദ്ധ വികാരമില്ല. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടത് KK ശൈലജ ടീച്ചറെ ഒന്ന് മുൻനിർത്തി മത്സരിക്കാനുള്ള ഒരു നീക്കം CPM നടത്തുകയാണ്. പല വിഷയങ്ങളിലും പ്രതികരണവുമായി ശൈലജ ടീച്ചർ വരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം, പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ശൈലജ ടീച്ചർ ഈ വിഷയങ്ങളിലൊക്കെ പ്രതികരിച്ച് മുന്നോട്ട് വരുന്നതെന്നാണ്. നേരത്തെ CPM ഇതേ ഒരു ഗിമ്മിക്ക് നടത്തിയിരുന്നു. ഗൗരിയമ്മയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാണിച്ച് മത്സരിച്ച് ജയിച്ച ശേഷം, പാർട്ടി ജയിച്ച ശേഷം അവരെ മുഖ്യമന്ത്രി ആക്കിയില്ല എന്നത് ചരിത്രമാണ്. അതേ ഒരു നിലപാട് തന്നെയാണോ പാർട്ടി ഇപ്പോൾ ശൈലജ ടീച്ചറെ മുൻനിർത്തി മത്സരിപ്പിക്കാനുള്ള നീക്കത്തിലൂടെ നടന്നില്ല? ഭരണവിരുദ്ധ വികാരമില്ല എങ്കിൽ തെരഞ്ഞെടുപ്പ് നയിക്കാൻ പിണറായി പോരെ? ഇതിനെ ശൈലജ ടീച്ചർ അവരിപ്പോ എപ്പോഴും പാർട്ടി ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോ ഈ ഒന്നാം പിണറായി സർക്കാർ അദ്ദേഹത്തെ വന്നത് എങ്ങനെയാ? 2016 VS ഉയർത്തി കാണിച്ചത്. ജയിച്ചു ഭൂരിപക്ഷം കിട്ടിയപ്പോ VS എന്തായി? ഫിഡൽ കാസ്ട്രോ ആണ്. ഫിഡൽ കാസ്ട്രോ ആവണ്ടേ? പിണറായി മുഖ്യമന്ത്രിയായി. ഇതുപോലെ 1986 എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്നത്തെ മുദ്രാവാക്യം നല്ല ഓർമ്മയുണ്ട്. കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും. അതിനു മുമ്പ് ഒരിക്കലും ഒരു മുഖ്യമന്ത്രി ഇന്ന ആളാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇലക്ഷൻ നേരിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്നിട്ട് ഞാൻ നല്ല ഓർക്കുന്നുണ്ട്, ഇലക്ഷൻ കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. LDFന് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ ഒരു ഫയൽ ചിത്രം കൊടുക്കുകയാണ് മാതൃഭൂമി. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഗേറ്റ് ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട്. ആ ഗേറ്റിലേക്ക് ഗൗരിയമ്മ കിടക്കുന്നത്. അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടുന്നു. പക്ഷേ വന്നതാരാ? ആരും പ്രതീക്ഷിക്കാത്ത നായനാരാ വന്നത്. അന്ന് EMS ഉള്ള കാലഘട്ടം. അപ്പോൾ ഇതൊക്കെ അവർക്ക് ആ പാർട്ടിക്ക് സാധാരണ ഇതില്ല. അപ്പോൾ അന്ന് ഗൗരിയമ്മയെ പാര വെച്ചു, പിന്നെ VS പാര വെച്ചു. ഇനിയിപ്പോൾ ശൈലജ ടീച്ചറെ പാര വെക്കണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്താ വരാൻ പോണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതായത് ഭരണവിരുദ്ധ വികാരം. ഒന്നാമത് ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഈ CPM തോൽപ്പിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് തോറ്റു എന്ന് അവരെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം. അത് ഇന്നല്ല, എന്നും അങ്ങനെയാണ്. എന്തെങ്കിലും ആയിട്ട് EMS ആണെങ്കിൽ പണ്ട് EMS തുടങ്ങിയത് ശതമാനക്കണക്കുമായിട്ട് വരും. ഇത്ര ശതമാനം എല്ലായിടത്തും തോറ്റു. അങ്ങനെ ഉണ്ടല്ലോ, LDF UDF ഇങ്ങനെ മാറി വരൂല. അപ്പോൾ ഒരിക്കൽ തോറ്റപ്പോൾ അദ്ദേഹമാണ് ഇത് മറ്റേ ഇത്ര മണ്ഡലങ്ങൾ, ഇത്ര സ്ഥാനാർത്ഥി, മൊത്തം വോട്ട് ഇത്ര, വോട്ട് ശതമാനം ഇത്ര, ശതമാനക്കണക്കിൽ ഞങ്ങളാണ് മേലെ. ഭരിക്കാൻ പറ്റൂല ശതമാനം. അങ്ങനെ അത് EMS പല തരത്തിലുള്ള കുബുദ്ധികളിൽ അദ്ദേഹത്തിന്റെ ദുസ്സാമർത്ഥ്യത്തിൽ പെട്ടതാതൊക്കെ. അപ്പൊ ഇപ്പോഴും ഭരണവിരുദ്ധ വികാരമില്ല എങ്കിൽ വളരെ ലളിതമായൊരു കാര്യമാണ് അവർ പറയേണ്ടത്. ഞങ്ങളുടെ നേതാവ് പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ ഭരണ തുടർച്ച കൊടുക്കാൻ വേണ്ടി മൂന്നാം പിണറായി സർക്കാരിന് വേണ്ടി ഞങ്ങൾ വോട്ട് ചോദിക്കുന്നു എന്ന് പറയണം. അതാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവ്. മൂന്നാം പിണറായി സർക്കാരിന് വേണ്ടി വോട്ട് ചോദിക്കുന്നു എന്ന് പറയുന്നില്ലേ? അതിനർത്ഥം ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നോ ഉണ്ടാവാമെന്നോ അവർ അംഗീകരിക്കുന്നു എന്നാണ്. ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം CPM ഒരു തീരുമാനമെടുത്തു. അഖിലേന്ത്യാ സെക്രട്ടറി ഉൾപ്പെടുന്ന ആളുകൾ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ തങ്ങളുടെ നാട്ടിൽ വീടുകൾ കയറുക, ജനങ്ങളോട് ചോദിക്കുക എന്താണ് ഞങ്ങൾ പാർട്ടിയോടുള്ള പ്രശ്നമെന്ന്. അപ്പം മന്ത്രി മുഹമ്മദ് റിയാസൊക്കെ കൊയിലാണ്ടിയിലൊക്കെ വീട് കയറി ഫേസ്ബുക്കിലോ വലിയ രൂപത്തിൽ ഒരു PR വർക്കിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മാഷ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, MA ബേബി ഒരു വീട്ടിനകത്ത് കയറി അദ്ദേഹം ഒരു പാത്രം കഴുകുന്ന ചിത്രം. അദ്ദേഹം പാത്രം കഴുകുന്നൊന്നും കേരളീയ സമൂഹം എതിർക്കുന്നില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ഗിമ്മിക്കിലൂടെയെല്ലാം ആ നഷ്ടപ്പെട്ട ജനപ്രീതി പിടിച്ചെടുക്കാൻ CPM കഴിയുമോ? അല്ല, അതിൽ എനിക്കൊരു വ്യത്യസ്ത അഭിപ്രായം പറയാനുണ്ട്.
ഈ പാത്രം മോറുന്നത് മോശമാണ് എന്നൊരു ധാരണ വരുന്നത് പുരുഷാധിപത്യ മൂല്യം കൊണ്ടാണ്. പെണ്ണുങ്ങൾക്ക് പാത്രം മോറുന്നുണ്ട്, ആണുങ്ങൾക്ക് പാത്രം മോറാം. പിന്നെ MA ബേബി ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം വേറെ വീട്ടിൽ മാത്രമല്ല സ്വന്തം വീട്ടിലും ഓഫീസുകളിലും ഒക്കെ അത് ചെയ്യുന്ന ഒരാളാണ്. അതിനെ നിന്നിച്ച് ഒരു വാക്ക് കോൺഗ്രസ്സുകാർ പറയാൻ പാടില്ല. എന്താ കാരണം എന്ന് വിചാരിച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരാളാണ് ഗാന്ധി, ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞ ആളാണ് ഗാന്ധി. ഗാന്ധിയുടെ അനുയായികളാണ് അവർ പറയുന്നത്. മുസ്ലിം ലീഗുകാർ പറയാൻ പാടില്ല. എന്താ കാരണം? ഇസ്ലാമിന്റെ മതപ്രവാചകൻ ഇതൊക്കെ ചെയ്തിരുന്ന ആളാ, അദ്ദേഹം ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞ ആളാ. ഞാൻ അവർക്ക് തുല്യനാണ് ബേബി എന്ന് പറയില്ല. അദ്ദേഹത്തിന് ഒരു നല്ല സ്വഭാവം അത്. നമ്മളിപ്പോൾ പാർട്ടി നോക്കിയിട്ട് എന്തെങ്കിലും പറയാൻ പാടില്ലല്ലോ. പിന്നെ ഗൃഹസന്ദർശന സമ്പർക്ക പരിപാടി വളരെ നല്ലതാണ്. കാരണം മിക്കവാറും ആളുകൾ അവരോട് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എനിക്ക് അറിഞ്ഞൂടാ. അതായത് ഇപ്പോൾ വീട്ടിൽ വന്നാൽ ആളുകൾ നിന്നിച്ച് പറയില്ലായിരിക്കും, പക്ഷെ അവരുടെ മുഖഭാവത്തിൽ നിന്നോ ശരീരഭാഷയിൽ നിന്നോ ചിരിയിൽ നിന്നോ ഒക്കെ എതിർപ്പുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. കാരണം അനവധി കാര്യങ്ങൾ. ഇപ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരൊക്കെ പറയുന്നത് വികസനം 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 എന്നാ. ഇതൊരു പ്രത്യയശാസ്ത്രമല്ല. വികസനം എന്ന് പറയുന്നത് ഒരു ലക്ഷ്യമല്ല. ഇപ്പോൾ മോദി വികസനം എന്ന് പറയുന്നു, പിണറായി വിജയൻ വികസനം എന്ന് പറയുന്നു, VD സതീശൻ വികസനം എന്ന് പറയുന്നു, രാഹുൽ ഗാന്ധി വികസനം എന്ന് പറയുന്നു. എന്താ പ്രശ്നം? ആരും എതിർക്കാത്തൊരു പോയിന്റ് അത്. വികസനം വേണ്ടെന്ന് ആരും പറയൂ. പക്ഷേ ഇതാണ് ഒരു കാലത്ത് ഹിറ്റ്ലർ പറഞ്ഞത്, ഒരു കാലത്ത് മുസോളിനി പറഞ്ഞത്, ഒരു കാലത്ത് സ്റ്റാലിൻ പറഞ്ഞത്. എന്താ പ്രശ്നം? സാമൂഹ്യ നീതിയാണ് പ്രധാനം, അല്ലാതെ വികസനമല്ല. വികസനം ലക്ഷ്യമല്ല, അത് മാർഗമാണ്. ലക്ഷ്യം എന്താണ്? സാമൂഹ്യ നീതിയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഇവിടുത്തെ സ്കൂളുകളിലൊക്കെ നല്ല കെട്ടിടങ്ങൾ വന്നു അല്ലേ? നല്ലതല്ലേ? നല്ലതാണ്. ഞാൻ പോയ പല സ്കൂളിലും മുറ്റമൊക്കെ ഇന്റർലോക്ക് വെച്ചൊക്കെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്, വളരെ ജോറായിട്ട്. പണ്ട് ഒരു കോളേജിന്റെ, പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തെ കോളേജുമാരുണ്ട്, LP സ്കൂളും ഹൈസ്കൂളും ഒക്കെ. പക്ഷേ പഠനത്തിന്റെ നിലവാരം ഉയരാന്നുള്ളതല്ലേ പ്രധാനം. 10ാം ക്ലാസ്സിൽ A+ കിട്ടിയ മിക്ക കുട്ടികൾക്കും മലയാള അക്ഷരം എഴുതാനും വായിക്കാനും കൃത്യമായി അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു ഞാനല്ല, ഇവിടുത്തെ DPI മന്ത്രി പറഞ്ഞിട്ടുണ്ട്. DPI ആണ് പറഞ്ഞത്. അപ്പോ മലയാളം അക്ഷരം എഴുതാനും വായിക്കാനും അറിയാതെയാണ് ഒരാൾ 10ാം തരം പാസ്സാകുന്നത് എന്നുള്ളതാണ് പ്രധാനം. ആ ബിൽഡിങ് കോൺക്രീറ്റ് ബിൽഡിംഗ് ആവുക എന്നുള്ളതോ, അവിടെ AC വെക്കുക എന്നുള്ളതോ, അവിടെ സ്മാർട്ട് ക്ലാസ് ഉണ്ടാക്കുക എന്നുള്ളതോ, അവിടെ കമ്പ്യൂട്ടർ ഉണ്ടാക്കുക, ഇതൊക്കെ നല്ലതാണ്. പക്ഷേ ലക്ഷ്യം ഇതാണ്. ഇത് മാർഗം മാത്രമാണ്. സ്മാർട്ട് ക്ലാസ് എന്നത് മാർഗമാണ്, ലക്ഷ്യമല്ല. ലക്ഷ്യം കുട്ടികളുടെ പഠിത്തമാണ്. ഈ പഠനത്തിന്റെ നിലവാരം താഴോട്ട് പോവുകയും ഇതിന്റെ നിലവാരം ഉയരുകയും ചെയ്യുക. അപ്പം ഞാൻ വേറെ ഉദാഹരണം പറഞ്ഞുതരാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 1ാം തരം ബിൽഡിംഗ് ഉണ്ട്, നല്ല ഗേറ്റ് ഉണ്ട്, നല്ല റോഡുണ്ട്, നല്ല ഡോക്ടർമാരുണ്ട്. അവിടെയാണ് ഹർഷിന എന്ന് പേരായ ഒരു വീട്ടമ്മയ്ക്ക് ഓപ്പറേഷൻ നടത്തിയപ്പോൾ കത്രിക വയറിനച്ച് തുന്നിപ്പോയത്. അവർക്ക് ഇനി നീതി കിട്ടിയിട്ടില്ല. ആ നീതിയാണ് ലക്ഷ്യം. സാമൂഹ്യ നീതിയാണ് എല്ലാ പാർട്ടിയുടെയും ലക്ഷ്യമായിരിക്കേണ്ടത്, എല്ലാ ഗവൺമെന്റ് ലക്ഷ്യതാണ്. ആ പോകുന്ന പോക്കിലുള്ള ഒരു മാർഗം മാത്രമാണ് വികസനം, അല്ലാതെ വികസനം ലക്ഷ്യമല്ല. ഇപ്പോൾ നിങ്ങൾ എന്ത് അന്യായം കാണിക്കും? ഇപ്പോൾ പശുവിനെ തെളിച്ചുകൊണ്ട് പോയി, അല്ലെ പശുവർച്ച് കയ്യിൽ വെച്ചു, അല്ലെ പശുവർച്ച് ഇവൻ്റെ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ പശുവർച്ച് കഴിച്ചു എന്ന് പറഞ്ഞാൽ ഒരാളെ തല്ലിക്കൊല്ലാം. പിന്നെ വികസനം ഉണ്ടായിട്ട് കാര്യമുണ്ട്? വികസനം എന്ന് പറഞ്ഞാൽ എന്താ? സാമൂഹ്യ നീതി കഴിഞ്ഞിട്ട് വരുന്നൊരു കാര്യമാണ്. സാമൂഹ്യ നീതിക്ക് ബദലോ അതിന്റെ മേലെ അല്ലത്. എല്ലാവരും ഇപ്പോൾ വികസനത്തിന്റെ കാര്യം പറയും. സാമൂഹ്യ നീതി, തുല്യത. ആലോചിച്ച് നോക്കൂ. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന്റെ, യുവതീ പ്രവേശനത്തിന്റെ കാര്യത്തിൽ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? അത് സ്ത്രീ പുരുഷ സമത്വം എന്നുള്ള ഭരണഘടന അനുശാസിക്കുന്ന നമ്മുടെ റൈറ്റ് ടു ഈക്വാലിറ്റി, തുല്യതയ്ക്ക് വേണ്ടിയുള്ള അവകാശം, അതിൽപ്പെട്ടതാണ്. നടപ്പായില്ലല്ലോ. പാർഗവ് വേണ്ടല്ലോ. എല്ലാവരും ആദ്യം സ്വാഗതം ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ BJP മാറി, 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് മാറി, 2 മാസം കഴിഞ്ഞപ്പോൾ CPM മാറി. CPM അതിന് പ്രായശ്ചിത്തം ചെയ്തു, ആഗോള അയ്യപ്പ സംഗമം. അത് പിന്നെ തിരിച്ചടിച്ചത് എന്താണ്? പെട്ടെന്നാണ് ശബരിമല കൊള്ള, സ്വർണ്ണക്കൊള്ള, നമ്മുടെ പോറ്റി വന്നത്. പോറ്റിയോട് കൂടി അത്